വസു എന്ന് പറഞ്ഞാൽ വസുന്ധരയല്ല, വസന്തലക്ഷ്മി. അയ്യോ, പേര് വരെ ചോദിച്ചറിഞ്ഞല്ലേ? അവളുടെ വീട്ടിലെ അഡ്രസ്സും കൂടി ചോദിച്ചറിയാൻ പാടില്ലായിരുന്നോ? അതെന്തിനാ? അവളെ കാണാൻ എന്നെ പോലെയാണെന്നല്ലേ പറഞ്ഞത്? പേര് ഒരുപോലെ എന്നല്ലേ? അയ്യോ, എന്നോട് കള്ളല്ലേ പറഞ്ഞത്? തന്നെ സെലക്ട് ചെയ്തത് ഞാനാണെങ്കിൽ തനിക്കൊരു സാരി സെലക്ട് ചെയ്യാനാണോ എനിക്ക് പാട്? ഏട്ടനല്ല എന്നെ സെലക്ട് ചെയ്തത്. എന്റെ അമ്മയും അച്ഛനും ഏട്ടന്റെ അമ്മയും അച്ഛനും സെലക്ട് ചെയ്തത്. പക്ഷെ തന്നെ ഓക്കെ പറഞ്ഞത് ഞാനല്ലേ? ഏട്ടൻ ഉടനെ ഒന്നും ഓക്കെ പറഞ്ഞില്ല, എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഒരു തവണ ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് പോയേ. നിനക്ക് ഭാര്യയെ ഒരു പക്ഷെ ആവശ്യമില്ലായിരിക്കാം, പക്ഷേ കുട്ടികൾക്ക് ഒരു അമ്മ കൂടിയേ തീരൂ. ആലോചിച്ച് നോക്ക പി. നീ ചിരിക്കുന്നത് ഇനിയും കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അബി. ഇപ്പൊ എനിക്ക് സന്തോഷത്തിന് ഒരു കുറവുമില്ല അച്ഛാ. സന്തോഷമെന്ന് വിചാരിക്കുന്നത് വേറെ, സന്തോഷത്തോടെ ജീവിക്കുന്നത് വേറെ അബി. നിനക്ക് ജീവിതത്തിലൊരു കൂട്ട് വേണം, നിന്റെ മക്കൾക്കൊരു അമ്മ വേണം, നിന്റെ ജീവിതം സന്തോഷമാക്കുന്ന ഒരു പെണ്ണ് നിന്റെ അടുത്ത് വേണം. പെൺകുട്ടിയുടെ ഫോട്ടോ നീ കണ്ടായിരുന്നോ? ഇപ്പൊ ബോബി കൊണ്ടുവന്നേ ഉള്ളൂ അമ്മേ. എന്നാ പിന്നെ നോക്ക്. അമ്മ കണ്ടായിരുന്നോ? ഞങ്ങള് പെൺകുട്ടിയെ നേരിട്ട് തന്നെ കണ്ടതാ. നിങ്ങൾ കണ്ടെങ്കിൽ അത് ഞാൻ കണ്ടതുപോലെ തന്നെയാ. എന്റെ ആദ്യത്തെ ഭാര്യ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല അമ്മേ. അവൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവരുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. താൻ ഇത്രയും നല്ല ഒരാളാണെന്ന് എനിക്ക് അപ്പം അറിയില്ലായിരുന്നല്ലോ. ഏട്ടന് ചിരിയൊക്കെ വരുമെന്ന് എനിക്കും അപ്പം അറിയില്ലായിരുന്നു. അന്ന് ഞാനെന്താ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നോ? പിന്നല്ലാതെ. ഓ, എന്നാൽ ഇപ്പോഴോ? ഇപ്പൊ ഞാൻ എങ്ങനെയാ? ഇപ്പൊ റൊമാന്റിക്കാ. സത്യം? എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സാരി വാങ്ങിട്ട് വന്നതല്ലേ? ഈ ആഭരണങ്ങളും സാരിയും പൂവൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാ ഞാൻ റൊമാന്റിക് ആവോ? ഭാര്യയോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ? വാങ്ങി വന്നില്ലെങ്കിൽ സ്നേഹമില്ലെന്നാണോ? ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ. ഓ, അങ്ങനെയാണോ? ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. ആ വസുന്ധര, താൻ നാളെ സാരി ഒന്ന് എടുക്കാമോ? അഖിൽ, ഡിന്നർ കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കേ. ഇത് നീ ഉണ്ടാക്കിയതാണോ അതോ? അല്ല. ഓ, നിന്റെ കൈ മുറിഞ്ഞിരിക്കയല്ലേ? അപ്പൊ എന്റെ ഏടത്തിമാര് തന്നെയായിരിക്കും ഉണ്ടാക്കിയത്. അതെ, ഏട്ടത്തിയാ ഉണ്ടാക്കിയത്. ഞാൻ നിനക്ക് നാളെ മുതൽ ഉണ്ടാക്കി തരാം. ഏത്? നീ ഇന്നലെ ഉണ്ടാക്കിയത് പോയാ? നിന്റെ പാചകം കണ്ട് പേടിച്ചാ നിന്റെ അമ്മ എവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. പിന്നെ ഇളയമയാണെങ്കിൽ ഫിറ്റ്സ് ഒന്ന് വീഴുകയും ചെയ്തു. നന്നായി ഞാനത് കഴിക്കാതിരുന്നത്. കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയേനെ. ഞാനിപ്പോ വസുവേട്ടത്തിയുടെ അടുത്ത് നിന്ന് പാചകം പഠിക്കുന്നുണ്ട്. നാളെ മുതൽ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. നീ ടെൻഷൻ ആവണ്ട, കഴിക്കേ. അല്ല, നീ കഴിച്ചോ? കഴിച്ചില്ല. ആദ്യം നീ കഴിച്ചിട്ട് എല്ലാവരും വന്നതിന് ശേഷം ഞാൻ കഴിക്കാം. നീ എങ്ങനെ കഴിക്കും? എന്താ? നിന്റെ വലത് കൈയിലെ മുറിഞ്ഞിരിക്കുന്നേ. അത് ഞാൻ എങ്ങനെയെങ്കിലും കഴിച്ചോളാം. വന്നിരിക്ക. എന്തിന്? ഇങ്ങോട്ട് വന്നിരിക്ക. ഇരിക്ക. വാ തുറക്ക്. നീ കഴിക്ക്. ഇന്ന് ഞാൻ നിനക്ക് വാരിത്തരും. ഈ മുറിവ് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ ഞാനായിരിക്കും വാരിത്തരുന്നത്. ഞാൻ കാരണമല്ലേ നിനക്കിങ്ങനെ പറ്റിയത്. ഇതാ കഴിക്ക്.
അങ്ങോട്ട് നോക്കി. ആ ഏയ് പതിയെ. കാർത്തിക, ഇതാ വെള്ളം കുടിക്കേ. തൻ്റെ കഷ്ടപ്പാടിന് ബലം കിട്ടിയ വസുന്ധര. കുറച്ചായിട്ട് കാർത്തികയിൽ മാറ്റം കാണുന്നുണ്ട്. നമ്മുടെ അഖിലിന് മാറ്റം വരുന്നുണ്ട് അല്ലേട്ടാ? ശരിയാ ബി. ഇത്രയും നാൾ കാർത്തികയെ കണ്ട ദേഷ്യം വന്നോണ്ടിരുന്നവൻ ഇപ്പൊ കാർത്തികയ്ക്ക് ആഹാരം വാരി കൊടുക്കുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവർ രണ്ടുപേരും ഇതുപോലെയായിരുന്നു. ഒരുപാട് നാളിന് ശേഷം ഇവരിങ്ങനെ കാണുന്നത്. കാർത്തിക ഞാൻ വിചാരിച്ച പോലെ അത്ര മോശമൊന്നുമല്ല. ഇവളുടെ അമ്മ കാരണം അങ്ങനെയൊക്കെ പെരുമാറിയത്. അഖിൽ അത്രയ്ക്കും ദേഷ്യക്കാരനൊന്നുമല്ല. കല്യാണത്തിന് മുമ്പ് എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാ. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? നീ എന്താ ആലോചിക്കുന്നേ? ഇവർ ഈ ഒരു മാസം ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരൊന്നാവുന്നുള്ള കാര്യം ഉറപ്പാണ് വസുന്ധര. അവരൊന്നാവുന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഏട്ടാ. അവര് ഒന്നിക്കുകയാണെങ്കിൽ ഡിവോഴ്സ് കാണില്ലല്ലോ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ പിരിക്കാൻ പിന്നെ ആർക്കാ സാധിക്കുക? ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ നടക്കണം. വസുവിന്റെ ഐഡിയ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്താ ഭാസ്കരേട്ട എന്റെ കഴിവെന്നൊക്കെ പറയുന്ന? ഇത് ഈശ്വരന്റെ അനുഗ്രഹ. ഈശ്വരന്റെ അനുഗ്രഹത്തോടൊപ്പം തന്റെ കഷ്ടപ്പാടും ഉണ്ടല്ലോ വസുന്ധര. അഖിലിനെയും കാർത്തികയെ ഒന്നാക്കണം എന്നുള്ള തന്റെ പിടിവാശി അവരെ ഒന്നിപ്പിച്ചിരിക്കുക. സത്യമാണ് വസു, നിന്റെ പരിശ്രമവും വാശിയുമാണ് അഖിലും കാർത്തികയും ഇങ്ങനെ ഒന്നാവാനുള്ള കാരണം. ഈ ഒരു മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. അഖിലും കാർത്തികയും നിന്നോട് ഒരുപാട് താങ്ക്സ് പറയും. നമ്മൾ 3 ഫാമിലിയും ഒരുപോലെ ഹാപ്പി ആയിരിക്കും ചെയ്യും. നിങ്ങളൊക്കെ ജോഡികളായി ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ മാത്രം ഒറ്റപ്പെട്ട് ജീവിക്കണമെന്നാണോ? എനിക്കൊരു ജീവിതമൊക്കെ ഉണ്ട്. ആ ജീവിതത്തില് എനിക്കൊരു തുണയുണ്ട്. ആ തുണയോടൊപ്പം ഞാൻ സന്തോഷായിട്ട് ജീവിക്കാൻ പോവാ. ഞങ്ങള് ജോഡികളാകും. എന്റെ രാജ, എന്റെ കണ്ണൻ, നിങ്ങളിത് എവിടെയാ? എനിക്ക് സഹിക്കുന്നില്ല. അവർ സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ മരണത്തിൽ കുറഞ്ഞു മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ ഇത്? താലിയാ രാജ. മനസ്സിലായി. ഇപ്പൊ എന്തിനാ കൊണ്ടുവന്നേ? നിങ്ങളെ കൈകൊണ്ട് എനിക്ക് അണിയിച്ചു തരണം. ഇപ്പോഴോ? ആ 3 ജോഡികളെയും കണ്ടതല്ലേ രാജ? എന്തൊരു സന്തോഷത്തോടെയും എന്തൊരു ഉല്ലാസത്തോടെയും എന്തൊരു ആനന്ദത്തോടെയും അവർ കഴിയുന്നേ. അവരെ സ്നേഹം കണ്ട് കണ്ട് എനിക്ക് അസൂയ തോന്നുക. എനിക്കും അതേ ഫീലിങ്സാ. ആണല്ലോ.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ താലി എന്റെ കഴുത്തിൽ അണിയിച്ചേ. എന്നിട്ട് നമ്മളും ജോഡികളാകും. ആ 3 ജോഡികളോടൊപ്പം നിൽക്കാം. ഓഹോ, നീ അങ്ങനെയാണോ ചിന്തിക്കുന്നേ? ആ അഭിയും വസു സന്തോഷമായിരിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. ആ ഉദ്ദേശത്തിലാ പറഞ്ഞത്. അവരെ പോലെ നമ്മളും സന്തോഷായിട്ടിരിക്കണം രാജ. ആ ഉദ്ദേശത്തോടു കൂടിയാ ഞാൻ ഈ താലി കെട്ടാൻ പറഞ്ഞത്. വേഗം കെട്ടിത്താ രാജ, വേഗം കെട്ട് രാജ, കെട്ട് രാജ, കെട്ട് കെട്ട് രാജ, കെട്ട് രാജ, കെട്ട് രാജ, കെട്ട് രാജ, കെട്ട് കെട്ട് രാജ. എന്താ രാജ, എന്തിനാ എന്നെ തള്ളിയിട്ടത്? താലിയും കളഞ്ഞല്ലോ. എന്നെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അയ്യോ, ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇവളെന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടും. ഇഷ്ടമാണ്, പക്ഷേ പിന്നെന്താ രാജ? ആ പട്ടി കുരയ്ക്കുന്നുണ്ട്, നീ അത് കേൾക്കുന്നില്ലേ? അതെ, പൂച്ച കരയുന്നതും കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തിനിടയിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയാൽ ആ താലി നിലനിൽക്കുമോ സുമ? മരിച്ചു പോകും. അപ്പോ നിങ്ങൾ മരിക്കുന്നാണോ രാജ? നിങ്ങൾ പോയാ മറ്റൊരു ഭർത്താവിനെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ താലി കെട്ടണ്ട, ജ്യോത്സ്യനോട് ചോദിച്ച് നല്ലൊരു മുഹൂർത്തം കുറിച്ച് എന്നിട്ട് നമുക്ക് താലി കെട്ടാം. അതുവരെ ഈ താലി എന്റെ കൈ തന്നെ ഇരിക്കും. ഞാൻ ചത്താൽ നിനക്ക് വേറെ ആളെ കിട്ടില്ലെന്ന് വിഷമമാണോ? അപ്പൊ ഞാൻ മരിക്കുന്നതിൽ നിനക്ക് വിഷമമില്ല. ശരി രാജ, കുടിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഗുഡ് നൈറ്റ്. അയ്യോ, കഴിച്ചതിന്റെ ലഹരിയൊക്കെ ഇറങ്ങിപ്പോയല്ലോ. നീ കൊണ്ടുവന്ന താലി എന്റെ കഴുത്തിലെ കൊലക്കയറാ. അബിയെയും വസുവിനെയും പെട്ടെന്ന് കൊന്നിട്ട് ഞാനിവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇതായിട്ടോ കോഫി. ആ കണ്ടോ ഏട്ടാ, കാർത്തിക ആരതി ഒഴിയ. ഉം. അവളിൽ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ ഇത്ര പതുക്കെ പറയുന്ന ഭാവനെ? കാർത്തികയ്ക്ക് 2-3 ദിവസത്തിനകത്ത് വളരെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാർത്തിക ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ അഖിലിനോടൊപ്പം ഒന്നാവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിനെല്ലാം കാരണം വസുവാണ്. അവളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് കാർത്തികയ്ക്ക് നല്ല മാറ്റം വന്നത്. കാർത്തിക മാറി അഖിലുമായിട്ട് ചേർന്ന് നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരുന്ന എനിക്കെന്ത് ഗുണ? അഖിലും കാർത്തികയും പിരിയണം. ഡിവോഴ്സും ജീവനാംശവും കിട്ടണം. അപ്പോഴല്ലേ എനിക്ക് കമ്മീഷൻ വരൂ. ആ കമ്മീഷൻ എന്റെ രാജയ്ക്ക് സ്ത്രീധനായിട്ട് കൊടുത്ത് കല്യാണം കഴിക്കും. അബീനെയും വസുവിനെയും രണ്ടുപേരെയും തോൽപ്പിക്കും. വസുന്ധര, എന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ട് ഒരു സാരി തനിക്ക് കൊടുക്കായിരുന്നില്ലേ? എന്തിനാ അങ്ങനെയൊക്കെ പറയുന്ന? അല്ല, ഫംഗ്ഷനിൽ ഞാൻ തനിക്ക് പെർഫെക്റ്റ് മാച്ച് ആണെന്ന് എല്ലാവരും വിചാരിക്കണ്ടേ? അങ്ങനെ മറ്റുള്ളവർ വിചാരിക്കേണ്ട കാര്യം എന്താ? അമ്മയും അച്ഛനും മെയ്ഡ് ഫോർ ഈച്ച് അതറാ.
ആരോട് ചോദിച്ചാലും ഇത് തന്നെ പറയൂ. നീ എന്താ സ്കൂളിലേക്ക് പോകാത്തത് ഉണ്ണി? ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ അമ്മേ. കൊള്ളാം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെയും ഫംഗ്ഷന് കൊണ്ടുപോകായിരുന്നല്ലോ. നിന്റെ അനിയത്തി മരയെ വിളിക്കുക. അമ്മ അവരെ വേഗം ഒരുക്കുമെന്ന് പറ. ഇടയ്ക്ക് ഞങ്ങളൊക്കെ എന്തിനാച്ചാ? അമ്മ അച്ഛനും കൂടി ഫംഗ്ഷന് പോയിട്ട് വാ. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്നാൽ എന്താ? ഞങ്ങള് വന്നാ ഏതേലും കുട്ടികളും അവരുടെ പാരന്റ്സും വന്നെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും മാത്രം പോയാ ഫംഗ്ഷന് ഏതോ ഹീറോയും ഹീറോയിനും വന്നെന്ന് വിചാരിക്കും. രാജാ, എന്റെ രാജാ, നിങ്ങൾ എവിടെയാ? അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ നിൽക്കായിരുന്നോ രാജാ? അയ്യോ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? രാജാ, നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും താരിയും കൊണ്ടുവന്നിരിക്കുകയാണോ? അല്ല, അതിന് നല്ല മുഹൂർത്തം കുറിച്ച് കെട്ടാന്ന് ഇന്നലെ പറഞ്ഞതല്ലേ. വേറെന്താ കൊണ്ടുവന്നേ? അബിയുടെയും വസുവിനെയും മരണത്തിനുള്ള മുഹൂർത്തം. എന്താ പറയുന്നേ? കുറച്ചു സമയത്തിനുള്ളിൽ അബിയും വസുവും ഏതോ ഫംഗ്ഷന് പുറത്തു പോവാണത്രേ. ആ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാം രാജാ. എന്താ രാജ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഒരു നല്ല കാര്യമാ പറഞ്ഞത്. ഇപ്പൊ പൊയ്ക്കൊള്ളൂ, ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ പ്രതികാരത്തിന് ശേഷം എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞല്ലേ, ആ കാര്യം മറക്കല്ലേ. അതുകൊണ്ടാ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത്. ശരി, പൊയ്ക്കൊള്ളൂ. കള്ളൻ. എടാ അബി, എടി വസു, ഈ കാറിലല്ലേ നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത്? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? ജീവനോടെ പുറത്തു പോകുന്ന നിങ്ങൾ ശവമായിട്ടാ തിരികെ വരാൻ പോകുന്നത്. ചിരിച്ച് സന്തോഷത്തോടെ പുറത്തു പോകുന്ന നിങ്ങൾ മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ടായിരിക്കും തിരികെ വരുന്നത്. ഏട്ടാ, ഞാനും വസുന്ധരയും കൂടെ ഒരു ഫംഗ്ഷന് പോവാ. നിങ്ങള്? ഞാൻ ഓഫീസിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. അവിടെ ഒരുപാട് നേരം നിൽക്കാനൊന്നുമില്ല, പെട്ടെന്ന് തിരിച്ചു വരും. അത്ര അത്യാവശ്യമൊന്നും ഇല്ല വസു. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ രണ്ടുപേരും പുറത്തു പോകുന്നത്. സന്തോഷമായിട്ട് പോയിട്ട് വാ. കാർത്തിക, അഖിലിനെ നോക്കിക്കോളണേ. നിങ്ങൾ പോയിട്ട് വാ ഏട്ടത്തി, അഖിലിനെ ഞാൻ നോക്കിക്കോളാം. കാർത്തിക നിന്റെ കൂടെ തന്നെ കാണൂടാ. യു ഡോണ്ട് വറി. എന്റെ കൂടെ തന്നെ കാണുമോ അതോ ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്നൊന്നും എനിക്കറിയില്ല ഏട്ടാ. അങ്ങനെയൊന്നും ഞാൻ പോയില്ല, നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പോയിട്ട് വരാം ഭാസ്കരേട്ടാ. ബൈ. അഖിലേ, ശരി. ബൈ ഏട്ടാ. ബൈ.
ബൈ വസുന്ധര, ഗുഡ് ബൈ അഭിറാം. ഇന്ന് നിങ്ങളുടെ മരണ ദിവസമാ. ഹാപ്പി ഡെത്ത് ജേണി. വസുന്ധര, എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്ന? സൈലന്റ് ആയിട്ടിരിക്കുന്നൊന്നുമല്ല, ഹാപ്പി ആയിട്ടിരിക്കുക. ഫംഗ്ഷന് പോകുന്നോണ്ടാണോ? കുറേ നാളുകൾക്ക് ശേഷം ഏട്ടനോടൊപ്പം ഇങ്ങനെ പുറത്തു പോകാൻ പറ്റുന്നില്ലേ? പക്ഷേ ഞാൻ ഹാപ്പി അല്ല. അതെന്താ ഏട്ടാ? ഓ, ഏട്ടൻ്റെ ഓഫീസിലെ ജോലികളൊക്കെ മുടക്കിയിട്ട് ഫംഗ്ഷന് കൂട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണോ? അതൊന്നുമല്ല. ഇങ്ങനെ കാറിൽ പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാറിൽ പോവാതെ പിന്നെ വേറെ എങ്ങനെ പോവാനാ? സൈക്കിളിൽ പോവുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്നെ. മിഡിൽ ക്ലാസ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോടൊപ്പം അതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മളിപ്പോൾ മിസ് ചെയ്യുക. അത് ശരിയാ ഏട്ടാ. ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ കാശില്ലാതിരിക്കുന്നതും നമുക്ക് സന്തോഷം തരുമല്ലേ? ബുദ്ധിമുട്ടുകളോട് ചേർന്ന് ചെറിയ ചെറിയ സന്തോഷങ്ങൾ എത്രയോ ഉണ്ടാകും. അത് ജീവിതകാലം മുഴുവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം വസുന്ധര. എന്താ ഏട്ടാ? വീട്ടിൽ പറയാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സൈക്കിൾ എടുത്ത് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയാലോ? ഏട്ട ശരിക്കും പറയുന്നതാണോ? ഓഫ് കോഴ്സ്. നമ്മൾ കൊച്ചു കുട്ടികളാണെന്നാണോ ഏട്ടന്റെ വിചാരം? അതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എന്തിനാ നമ്മളിങ്ങനെ മിസ് ചെയ്യുന്നേ? ഏട്ടന്റെ നല്ല തമാശ. എന്താ, തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റൈഡിന് പോവാം. സൈക്കിൾ കിട്ടിയാ ഇപ്പൊ തന്നെ പോകാൻ ഞാൻ തയ്യാറാ. ആർ യു ഷുവർ? വസുന്ധര, എന്ത് പറ്റിയേട്ടാ? ബ്രേക്ക് ഫെയിലായെന്ന് തോന്നുന്നു വസുന്ധര. ഏട്ടാ, താൻ ടെൻഷൻ ആവാതിരിക്കെ, ഇത് ഞാൻ നോക്കിക്കോളാം. അയ്യോ ഏട്ടാ, അയ്യോ ഏട്ടാ, വസുന്ധര, വസുന്ധര, തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ? അറിയോ? ഓക്കെ? ഒരുപാട് ടെൻഷനായി പോയേട്ടാ. കറക്റ്റ് സമയത്ത് ഏട്ടൻ കാറ് കൺട്രോൾ ചെയ്തു. അല്ലായിരുന്നെങ്കിൽ കാറ് മരത്തിലിടിച്ചേനെ. എടോ, ഞാനൊന്നും ചെയ്തില്ല, അത് തനിയെ നിന്നതാ. അതെങ്ങനെയാ തനിയെ നിന്നത്? ബ്രേക്ക് ഇല്ലായിരുന്നല്ലോ. പെട്രോൾ തീർന്നതാ വസു, അതുകൊണ്ടാ കാറ് നിന്ന് പോയെ. ഈശ്വരനെ നമ്മളെ രക്ഷിച്ചത്. അതുപോട്ടെ, ബ്രേക്ക് എന്താ കിട്ടാത്തത്? ബ്രേക്ക് വയർ ഫെയിലായെന്ന് തോന്നുന്നേ. ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്രോൾ ഉണ്ടോന്ന് പോലും ഏട്ടൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ ബ്രേക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതി ടെൻഷനായപ്പോ പെട്രോൾ തീർന്നതിന്റെ പേരിൽ നമ്മൾ രക്ഷപ്പെട്ടു.